ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മളൊരു ഗ്രീൻ കളർ ക്ലോത്തിലാണ് ഡിസൈൻ ചെയ്യാനായിട്ട് പോണത്. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വൈറ്റിലോ റെഡിലോ അല്ല ചെയ്യുന്നത്, ഗ്രീൻ കളറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഗ്രീൻ കളറിൽ നമ്മൾ റെഡ് കളറും അതുപോലെ ഗോൾഡൻ കളറോടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മളൊരു റൗണ്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴ്വശത്തായിട്ട് ഇതുപോലെ സെൻറ്ററിൽ നമ്മളൊരു റൗണ്ട് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ വരച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇതേ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക. സെൻറ്ററിലെ ലൈൻ മാത്രം ഇതുപോലെ നേരെ താഴേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. എളുപ്പമാണ് ചെയ്യാനായിട്ടും. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും സെൻറ്ററിൽ, അതായത് നെക്കിൻ്റെ നേരെ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് വരുന്നത് മാത്രം കുറച്ച് വലിപ്പത്തിലും, പിന്നെ രണ്ട് സൈഡുകളിലേക്കും ഓരോ വലിപ്പം കുറച്ചിട്ടും വേണം ചെയ്യാനായിട്ട്, അതായത് വരച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം വരച്ചിട്ട് പിന്നെ നമ്മളത് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കാണ് വരുന്നത്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു റൗണ്ടുകൾ നമ്മൾ ആ നെക്കിൻ്റെ താഴ്വശത്തായിട്ട് വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു പാറ്റേണാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മെയിനായിട്ടും റൗണ്ട് ബീഡാണ് എടുക്കേണ്ടത്. റൗണ്ട് ബീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേൾ ബീഡ്, ചെറിയ റൗണ്ട് ബീഡ് ഉണ്ടല്ലോ, അത് റെഡ് കളറിൽ നമ്മൾ അത് തന്നെ എടുക്കണം. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു കേട്ടോ, അതാണ് ഞാനിപ്പോൾ അത് എടുത്തൊന്ന് പറഞ്ഞത്. അപ്പം അത് നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബീഡ് തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് പാറ്റേൺ ഇതേ രീതിക്കാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഭാഗത്തേക്കാണോ നെക്കിൻ്റെ എത്ര ഭാഗത്തേക്കാണോ ഈ ഒരു ഡിസൈൻ പാറ്റേൺ വേണ്ടത്, അതനുസരിച്ചൊന്ന് വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധാരണ ചോക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് പെൻസിൽ കൊണ്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ നെക്ക് ലൈനിൽ, അതായത് നമ്മുടെ ആ ബോർഡറിൽ നല്ലൊരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ 3 ലെയറായിട്ട് നമ്മളൊരു പാറ്റേൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാറ്റേണിൽ വരുന്നത്, അധികം ഒന്നും വരുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് ഇതുപോലെ ഞാനിപ്പോൾ കട്ട് ബീഡ്സും, പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷുഗർ ബീഡ്സേ ഉള്ളായിരുന്നു, അതായത് റെഡ് കളർ ഷുഗർ ബീഡ്സ് ഉള്ളായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ ഷുഗർ ബീഡ് എടുക്കേണ്ട, റൗണ്ട് ബീഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. നമ്മുടെ ആ ഒരു തമ്പനയിൽ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ അത് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഷുഗർ ബീഡ് കൊണ്ട് ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 2 ബീഡും പിന്നെ നമ്മൾ ചെറിയ റൗണ്ട് കൊടുത്തില്ലേ, അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ ബീഡിൻ്റെ ഗോൾഡൻ കളർ ഷുഗർ ബീഡുമാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമ്മൾ ബീഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. ഒത്തിരി പേര് സംശയം ചോദിക്കുന്നതാണ് ഏത് നീഡിലാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ നോർമൽ നീഡിൽ നമ്പർ 10, 11, 12 ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അത് തന്നെ ചോദിച്ച് മേടിക്കണേ. ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നെക്കിൻ്റെ ബോർഡർ ലൈൻ ആദ്യമേ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ ഫസ്റ്റ് ലെയർ കട്ട് ബീഡ്സ് വെച്ച് ബൈ സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് വീഡിയോസിൽ തന്നെ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതൊന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ, അതായത് ഈ ഒരു ബോർഡർ ലൈൻ ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും, അതായത് നിങ്ങളുടെ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നല്ല ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് 3 ലൈനുകളായിട്ട് വരച്ചു കൊടുക്കുക. അടുത്തടുത്ത് വരുന്ന രീതിയിൽ 3 ലൈനുകളായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ 3 ലൈനുകളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞത് ബിഗിനേഴ്സിനോടാണ്. അപ്പോൾ നിങ്ങൾക്ക് അവർ കറക്റ്റ് എക്സാക്റ്റ് ഷേപ്പൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങൾ ഫെയർ ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഈ ഒരു കളേഴ്സ് ബീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇഷ്ടമാണല്ലോ നമ്മൾ ഏത് കളർ ഡ്രസ്സിൽ ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൂ. നമ്മൾ പാറ്റേൺ മാത്രം എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഡ്രസ്സിൽ ഇഷ്ടമുള്ള ബീഡ്സ് കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയറിൽ ഞാനിപ്പോൾ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ 3-4 ബീഡ് ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൗണ്ട് ബീഡ് എടുക്കുകയാണെങ്കിൽ ഓരോ ബീഡായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിച്ചു തരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ ജസ്റ്റ് സെൻറ്റർ മാത്രം ഒന്ന് ചെയ്ത് കാണിക്കണേ. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ 1 സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 3 ലെയറുകൾ ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു നെക്ക് ലൈൻ ബോർഡർ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്യണേ.
ഇനിയിപ്പോൾ നമ്മൾ ആ ചെറിയ റൗണ്ടുകൾ കൊടുത്തിരുന്നില്ലേ അതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അതായത് സെൻറ്ററിൽ നമ്മൾ ഒരു ചെറിയ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന് ചുറ്റും വെക്കാനുള്ളത് ഒന്നിച്ച് കോർത്തെടുത്തിട്ട് നമ്മൾ കുത്തിയെടുത്ത് തന്നെ താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം 4 സൈഡുകൾ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഭാഗം സ്പീഡിലിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വർക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളത് കൊടുത്തേക്കുന്ന അത്രയും ഭാഗത്തേക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മുടെ മെയിനായിട്ട് വരുന്ന ഡിസൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ സെൻറ്ററിൽ ഇതേപോലെ തന്നെ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ റൗണ്ടിൽ ഇതുപോലെ ബീഡ് വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഷുഗർ ബീഡല്ല റൗണ്ട് ബീഡ് എടുക്കുന്നതെങ്കിലും അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ ബീഡ് ആകുമ്പോൾ നിങ്ങൾ ചുറ്റും വെക്കുമ്പോൾ ഷുഗർ ബീഡല്ല കേട്ടോ, റൗണ്ട് ബീഡ് ആകുമ്പം ചുറ്റും വെക്കുമ്പോൾ 5 ബീഡൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. സെൻറ്ററിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ചുറ്റും 5 ബീഡൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സ് എടുത്തത് കൊണ്ടാണ് കുറച്ചധികം ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതേ രീതി തന്നെ നമ്മളിപ്പോൾ ആ ഒരു ഷുഗർ ബീഡ്, അതായത് ഗോൾഡൻ്റെ ഷുഗർ ബീഡ് വെച്ച് ചെയ്തില്ലേ അതേ രീതി തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് സെക്യൂർ ആക്കി കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ ചുറ്റും നമ്മൾ ഒരു ലെയർ കൂടി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെയിം ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിനകത്തൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതും നമ്മളിതുപോലെ വെച്ച് നോക്കണം എത്ര ബീഡാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം അതും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് 4 അല്ലെങ്കിൽ 5 സൈഡുകളായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സെക്യൂറായിട്ട് നിൽക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. എന്നാലേ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് പറയാനായിട്ട് മടി കാണിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമുക്കെല്ലാം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വരച്ചു കൊടുത്തിരുന്ന ലൈനുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ ഡ്രസ്സ് മാർക്ക് ചെയ്യുന്ന ഒരു ചോക്കായതുകൊണ്ടാണ് നമ്മളിത് വരയ്ക്കുമ്പോൾ, അതായത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ മാഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഒന്നുകൂടി ഒന്ന് ഫില്ല് ചെയ്ത് വരച്ചതിന് ശേഷം ആ ഒരു പാറ്റേൺ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ. കാരണം നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് വരച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ്ങും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് അത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കുക, അതിനനുസരിച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇതിനകത്തൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ പാറ്റേൺ നല്ല ഭംഗിയായിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഡിസൈനും ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ലൈൻസും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പാറ്റേൺ വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വർക്കാണ്. അപ്പോൾ നമ്മളൊരു റെഡ് ഗ്രീൻ കോമ്പിനേഷനൊക്കെ വന്നതുകൊണ്ടാണ് ഇതൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുതേ. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്